السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര വർണ്ണനകൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ലജ സനിയത്തൈൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപല്ലുകളുടെ ഇട വിട്ടയാളായിരുന്നു. മുൻപല്ലുകളുടെക്ക് രണ്ട് പല്ലിൻ്റെയും ഇട ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വഇദാ തകല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ റുഇയ കന്നൂരി, ഒരു പ്രകാശം പുറപ്പെടുന്നത് പോലെ, യഖ്റുജു മിൻ ബൈനി സനായ, ആ മുൻപല്ലുകളുടെ ഇടയിൽ നിന്ന് പ്രകാശം പുറപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. ആ രണ്ട് പല്ലുകൾക്കിടയിൽ ചെറിയ ഒരു വിടവുണ്ടായിരുന്നു. അതും ഒരു സൗന്ദര്യത്തിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതിൽ ഉള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൻ നുബുവത്തിനെ കുറിച്ച് പരാമർശം ഉണ്ട്. ധാരാളം ഹദീസുകളിലുണ്ട്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ദഹബത് ബി ഖാലത്തി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മാതൃ സഹോദരി എന്നെയും കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണാൻ പോയി. ഞാൻ കുട്ടിയാണ്, ചെറുപ്പമാണ്. അങ്ങനെ എൻ്റെ മാതൃ സഹോദരി തിരുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഇബ്ന ഉഖ്തി വജിഉൻ, എൻ്റെ സഹോദരിയുടെ ഈ മകൻ സായിബ് എന്ന ഈ മകനെക്കുറിച്ചാണ് പറയുന്നത്. അവന് സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആണല്ലോ കൊണ്ടുപോകേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഭൗതികന്മാരെ കണ്ടേക്കാം. പക്ഷേ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും രോഗശമനമുണ്ടാകും എന്ന് സഹാബത്തിന് വിശ്വാസമുണ്ട്, മുസ്ലിം ലോകത്തിനും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സുഖമില്ലാത്ത മകനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ സ്വഹാബി വനിത ചെല്ലുന്നത്. അപ്പോൾ സഹോദരി പുത്രന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫമസഹ റഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ തലയിൽ കൈവച്ചു, ഒന്ന് തടവി. ഈ കുട്ടിയുടെ തല, ഈ രോഗിയായ കുട്ടിയുടെ തലയിൽ ഒന്ന് തടവി. വദഅലിൽ ബിൽ ബറക, ബറക്കത്തുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തു എനിക്ക് വേണ്ടി. വതവല്ലഅ, അവിടുന്ന് വുളൂ ചെയ്തു. ഫശരിബ്തു മിൻ വളൂഇഹി, അവിടുന്ന് വുളൂ ചെയ്ത വെള്ളം, അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ കുടിച്ചു. അതോടുകൂടെ രോഗം സുഖപ്പെട്ടു. ഫഖുംതു ഖൽഫ ളഹ്രി, അങ്ങനെ ശൈശവപരമായ കൗതുകം കൊണ്ട് ഞാൻ തിരുനബിയുടെ പിറകെ ചെന്ന് നോക്കി, മുന്നിലും ബേക്കിലൊക്കെ ഒന്ന് നടന്നു നോക്കുക. ഫനളർതു ഇലൽ ഖാതമി ബൈന കത്തിഫൈ, അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവ്വ ഞാൻ കണ്ടു. ഫഇദാ ഹുവ മിസ്ലു സിർറിൽ ഹജല, അദ്ദേഹം അതിനെ ഉപമിക്കുന്നത് സിറുൽ ഹജലത്തിനോടാണ്.
ഹജലത്ത് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ കട്ടിലിന് പുതുമണവാളന് വേണ്ടി തയ്യാറാക്കുന്ന അറയിലെ കട്ടിലിന് 4 ഭാഗത്തും 4 വടികൾ, കോലുകൾ, പലക കൊണ്ട് ഉള്ളത് കട്ടിലിൻ്റെ 4 കാലിലും പിടിപ്പിച്ച് ഉയർത്തി നാം കൊതുക് വല ഒക്കെ ഇടുന്നത് പോലെ കട്ടിലിന് ചുറ്റും വിരിയിടും. ആ വിരികൾ 4 ഭാഗത്തുമുള്ള 4 തുണികൾ അത് തമ്മിൽ ബട്ടൺ കൊണ്ട് ബന്ധിപ്പിക്കും. ശീല കൊണ്ടുള്ള തുണി കൊണ്ട് ചുറ്റിയുണ്ടാക്കിയ ഒരു ബട്ടണായിരിക്കും അത്. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഹജലത്ത് എന്ന് പറയുന്നത് ഈ വിരിയാണ്. അതിൻ്റെ ബട്ടൺ പോലെ ഒരു അല്പം നീളത്തിൽ, നമ്മൾ കോട്ടിൻ്റെ ബട്ടണൊക്കെ കണ്ടിട്ടില്ലേ, അത് റൗണ്ടിലല്ല, ഇത് ഓവൽ ഷേപ്പിലാണ്. അങ്ങനെ ഞാനത് കണ്ടു എന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഖാത്തമുൻ നുബുവത്തിനെ കുറിച്ച് പരാമർശിച്ച ധാരാളം ഹദീസുകളുണ്ട്. അത് എല്ലാം നാം ഉദ്ധരിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, ബൈന കത്തിഫൈഹി ഖാത്തമുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ചുമലുകൾക്കിടയിൽ പിറകു വശത്തായി ഖാത്തമുൻ നുബുവ, നുബുവത്തിൻ്റെ അന്ത്യമുദ്ര ഉണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഷഅറാത്തുൻ മുജ്തമിആത്ത് എന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ചത് അടുത്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അംറു ഇബ്നു അഖ്തബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തരിബ് മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് അടുത്ത് വാ. ഫഖ്തറബ്തു മിൻഹു, അങ്ങനെ ഞാൻ അവിടുത്തെ അടുത്ത് നിന്നു. ഫഖാല അദ്ഖിൽ യദൈക് ഫംസഹ് ലഹ്രി, നിങ്ങളുടെ 2 കൈകളും എൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് എൻ്റെ മുതുക് ഒന്ന് തടവി തരുമോ? മുതുകിന് ചെറിയ വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുമ്പോൾ തടവിയാൽ സുഖപ്പെടുമല്ലോ. അദ്ദേഹം പറയുന്നു, ഫഅദ്ഖൽതു യദയ്യ ഫി ഖമീസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസിനുള്ളിലേക്ക് ഞാൻ 2 കൈകൾ പ്രവേശിപ്പിച്ചു. ഫമസഹ്തു ലഹ്റ, അങ്ങനെ അവിടുത്തെ മുതുക് തടവി കൊടുത്തു. ഫവഖഅത് അസാബിഇ അലൽ ഖാത്തം, അങ്ങനെ എൻ്റെ വിരലുകൾ ഖത്മുൻ നുബുവത്തിൽ സ്പർശിച്ചു. ഇദ്ദേഹം ഇത് വിവരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ ചോദിക്കുന്നു, ഖുൽതു വമൽ ഖാത്തം, എന്തായിരുന്നു ആ ഖാത്തം? ഖാല ഷഅറാത്തും മുജ്തമിആത്ത്, അത് മുടികൾ ഒരുമിച്ച് കൂടി തിങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. ചെറിയൊരു മാംസ പിണ്ഡം ആണ്, ചെറിയൊരു ബട്ടൺ പോലെ. അതിന് മുകളിൽ നിറയെ രോമങ്ങൾ, ചെറിയ ചെറിയ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം വിവരിച്ചതായി കാണാം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വളരെ അത്ഭുതകരമായ ജീവിത കഥകൾ വിവരിക്കുന്നതിനിടയിൽ, സൽമാനുൽ ഫാരിസി ഒരു അത്ഭുത മനുഷ്യനാണ്. അദ്ദേഹം പേർഷ്യക്കാരനാണ്, അറബിയല്ല. 250 വയസ്സ് ജീവിച്ച പ്രമുഖ സ്വഹാബിയാണ്. ക്രിസ്തുമതത്തിലൂടെ, ജൂതമതത്തിലൂടെ, മറ്റ് മതങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്ത് അവസാനം ആ യാത്രയുടെ പരിസമാപ്തി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അദ്ദേഹം സത്യം തേടി 250 വയസ്സ് ജീവിച്ച അദ്ദേഹം സത്യത്തെ
തേടിക്കൊണ്ട് യാത്ര ആരംഭിച്ചു. നാട്ടിലെല്ലാം അതിക്രമങ്ങളും തെമ്മാടിത്തരങ്ങളും മറ്റും നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അവിടെയുള്ള ജ്ഞാനികളെ അദ്ദേഹം ചെന്ന് കണ്ടു. ക്രിസ്തുമതത്തിലെ ഒരു പാതിരിയെ, വേദപണ്ഡിതനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഈ സമൂഹത്തിൽ നടമാടുന്ന വിഗ്രഹാരാധനകളൊന്നും എനിക്ക് താല്പര്യമില്ല. സമൂഹം വളരെ മലീമസമാണ്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞുകൂടാനും ഈ ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കാനും അങ്ങനെ ശരിയായ തൗഹീദ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ശിഷ്യനായി കൂടി ആ ഗുരുനാഥൻ മരണപ്പെടുന്നത് വരെ കൂടെ ഖാദിമായി നിന്നു. അതിൻ്റെ ശേഷം അദ്ദേഹം മരണാസന്നനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് ഈ സത്യമതവുമായി, ക്രിസ്തുമതം അന്ന് സത്യമതമാണ്, പിന്നീടാണ് അത് വികലമാക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ ശാപത്തിനിരയായ സമൂഹമായി അവർ മാറിയത്. അപ്പോൾ ഈ ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾ ഇന്ന നാട്ടിലുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് മറ്റൊരു പണ്ഡിതൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചു. അവിടെ കൂടി അദ്ദേഹം മരണാസന്നനായപ്പോൾ ഒരു ജൂത പണ്ഡിതൻ അതിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവസാനം അദ്ദേഹവും മരണാസന്നനായപ്പോൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, ഇനി ഭൂമിയിൽ ഈ സത്യവിശ്വാസം തൗഹീദുമായി ജീവിക്കുന്ന ആളുകൾ എവിടെയും ഉള്ളതായി എനിക്കറിയില്ല. എന്നാൽ അന്ത്യപ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. അത് ഈത്തപ്പനകൾ നിറഞ്ഞ, അതുപോലെ മലകളും മരുഭൂമികളും നിറഞ്ഞ അറബ് ദേശത്താണ് അദ്ദേഹം വരിക. നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, അദ്ദേഹത്തിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. അങ്ങനെ വേദപാണ്ഡിത്യത്തിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് സൽമാൻ എന്ന പേർഷ്യക്കാരൻ യാത്ര ചെയ്ത് മദീനയിൽ എത്തുന്നു. അന്നതിന് യസ്രിബ് എന്നാണ് പേര്, മദീനയല്ല. അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ സഞ്ചാരികളിൽ നിന്ന്, യാത്രികരിൽ നിന്ന് ഒക്കെ അദ്ദേഹം അറിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മക്കയിൽ ഒരു പുതിയ പ്രവാചകത്വം ബാധിച്ചുകൊണ്ടൊരു വ്യക്തി വന്നിരിക്കുന്നു എന്ന് കേട്ടു. അദ്ദേഹം മദീനയിൽ ഒരു കൂട്ടരുടെ അടിമയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഈത്തപ്പഴ തോട്ടത്തിൽ ആണ് ജോലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് 13 വർഷത്തെ മക്കയിലെ പ്രവാചകത്വ ജീവിതം കഴിഞ്ഞ് മദീനയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം സൽമാനുൽ ഫാരിസി മദീനയിലുണ്ട്. മദീനയിൽ അവിടുന്ന് വന്നു എന്നറിഞ്ഞ സൽമാൻ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം നബി തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കണം, ആണെങ്കിലല്ലേ കൂടെ കൂടാൻ പറ്റുള്ളൂ. അദ്ദേഹം പരിശോധിക്കാൻ ഉറച്ച് 2-3 ടെസ്റ്റ് നടത്തുകയാണ്. അതാണ് ഈ പറയുന്ന ഹദീസിൽ സൽമാനുൽ ഫാരിസി ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തെ തൊട്ട് അബൂ ബുറൈദ ഉദ്ധരിക്കുകയാണ്, ജാ സൽമാനു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീന. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എത്തിയപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരികയാണ്. ബിമാഇദത്തിൻ അലൈഹാ റുതബ്, ഈത്തപ്പഴം നിറച്ച ഒരു തളികയുമായി വരുന്നു. ഫവളഅഹാ ബൈന യദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
യാ സൽമാനു മാഹാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൽമാനെ ഇതെന്താണ്? ഫഖാല സദഖത്തുൻ അലൈക വഅലാ അസ്ഹാബിക്. ആദ്യത്തെ ടെസ്റ്റാണ് നടക്കുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ശിഷ്യന്മാർക്കും എൻ്റെ വക ദാനമാണ്, ധർമ്മമാണ് എന്ന് പറഞ്ഞു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഫഅഹ, അതെടുത്ത് അങ്ങോട്ട് കൊടുത്തോളും. ഫഇന്നാ ലാ നഅ്കുലു സദഖ, നമ്മൾ സദഖയായി ലഭിക്കുന്നത്, ധർമ്മമായി ദാനമായി ലഭിക്കുന്നത് അമ്പിയാക്കന്മാർ, നബിമാർ ഭക്ഷിക്കില്ല. കാരണം പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ളത്. ദാനധർമ്മങ്ങൾ മറ്റുള്ളവരുടെ ഔദാര്യം ആണ്. ഔദാര്യം സ്വീകരിക്കുന്നത് അഭിമാനികളായ ആളുകൾക്ക് അത്ര ഹിതകരമല്ലല്ലോ. ഫറഫഅഹ, അതവിടുന്ന് എടുത്ത് മാറ്റിവെച്ചു. ഫജാ അൽ ഗദ ബിമിസ്ലി, സൽമാൻ അൽ ഫാരിസിയുടെ ഒന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം അടുത്ത ടെസ്റ്റിന് വേണ്ടിയാണ് വരുന്നത്. ഒരു പാത്രം എടുത്ത് അതിൽ ഈത്തപ്പഴങ്ങളൊക്കെ നിറച്ച് കൊണ്ടുവന്നു. വളഅഹു ബൈന യദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത് വെച്ച് കൊടുത്തു. ഫഖാൽ മാ ഹാദാ യാ സൽമാൻ, സൽമാനെ ഇതെന്താണ്? ഫഖാല ഹദിയ്യത്തുൻ ലക്, ഇത് അവിടത്തേക്കുള്ള ഗിഫ്റ്റ്, പാരിതോഷികമാണ്. ഗിഫ്റ്റ്, പാരിതോഷികം, ഇതൊക്കെ നാം ഉന്നതരായ ആളുകൾക്ക് ബഹുമാന പുരസ്സരം, ആദരവിന് വേണ്ടി നൽകുന്നതാണ്. അത് ഒരു യാചനയുടെ ശീലമോ പാവപ്പെട്ടവർക്ക് നൽകപ്പെടുന്നതോ അല്ല. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ഉബ്സുതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു, അത് നിങ്ങൾ വിരിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടുന്നും അതിൽ കൂടി. രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞു. സുമ്മ നളറ ഇലൽ ഖാത്തമി, ഇനി മൂന്നാമത്തെ ടെസ്റ്റിൽ, ഈ രണ്ട് ടെസ്റ്റിലും 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് പോവുകയാണ്. ഇലാ അൽ ഖാത്തമി അലാ ളഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിലുള്ള ഖത്മുൻ നുബുവ, അതുകൂടി കാണണം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇക്കാര്യമെല്ലാം അദ്ദേഹം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ളതാണ്. അന്ത്യപ്രവാചകൻ വരും, അദ്ദേഹം സദഖ ഭക്ഷിക്കില്ല, ഹദിയ സ്വീകരിക്കും, അദ്ദേഹത്തിൻ്റെ മുതുകിൽ ഖത്മുൻ നുബുവത്ത്, ഖാത്തമുൻ നുബുവത്ത് ഉണ്ട് എന്നെല്ലാം പഠിച്ച അദ്ദേഹം ഇത് ടെസ്റ്റ് ചെയ്യാണ്. ഇതൊക്കെ ശരിയാണോ നോക്കുകയാണ്. അവസാനത്തെ ടെസ്റ്റും പൂർത്തിയായി. ആ മുതുകിൽ സൽമാൻ അൽ ഫാരിസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നോട്ട് നടക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവിടത്തേക്ക് ഗൈബ് അറിയും, മനസ്സിലുള്ളതും അറിയുമല്ലോ. അപ്പോൾ അവിടുത്തെ ശരീരത്തിൽ ഇട്ടിരുന്ന ഷാൾ പിൻഭാഗത്ത്, മുതുകിൻ്റെ ഭാഗത്ത് അല്പം നീക്കിക്കൊടുത്തു. അദ്ദേഹം ഖാത്തമുൻ നുബുവത്ത് കാണാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായപ്പോൾ അത് കാണത്തക്ക വിധത്തിൽ അല്പം നീക്കി. അത് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, വാഗ്ദത്ത പ്രവാചകൻ ഈ ഇരിക്കുന്ന മഹാനുഭാവൻ തന്നെയാണ്. ഫആമന ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുഅ്മിനാവുകയാണ്. ഫഷ്തറാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ വകദാ ദിർഹമൻ, അദ്ദേഹത്തെ 40 ഊക്കിയ വെള്ളി, 40 ഒരു 160 വെള്ളി നാണയങ്ങളുണ്ടാകും, 40 ഊക്കിയ, അത് കൊടുത്ത് ഇദ്ദേഹത്തെ വാങ്ങുകയും അലാ അൻ യഗ്രിസ ലഹും നഖ്ലൻ, അതിന് നിബന്ധനയും വെച്ചു, അവർക്ക് അദ്ദേഹത്തിൻ്റെ ഉടമകൾക്ക് ഈത്തപ്പന, ഒരു തോട്ടം പ്ലാന്റേഷൻ, ഒരു തോട്ടം ഈത്തപ്പനയുടെ പ്ലാന്റേഷൻ നടത്തി അത് നല്ലോണം വിളവെടുക്കുന്നത് വരെ സൽമാൻ അദ്ദേഹത്തിന് സ്വന്തം റിസ്കിൽ പരിചരിക്കണം എന്ന നിബന്ധനയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിൽക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്ലാന്റേഷൻ നടത്തുകയാണ്.
അവർ കാണിച്ചു തന്ന തോട്ടത്തിൽ എല്ലാ ഈത്തപ്പനത്തൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നട്ടത്. ഒരു തൈ ഒടിച്ച് അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നട്ടു. അങ്ങനെ ആ വർഷം തന്നെ ആ ചെറിയ ഈത്തപ്പനത്തൈകൾ വളർന്ന് വലുതായി കുലച്ചു. പക്ഷേ ഒരു ഈത്തപ്പന മാത്രം വളരുന്നില്ല, അതങ്ങനെ തന്നെ കിടക്കുക. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ശഅ്നു ഹാദിഹി, എന്താണ് ഈ ഈത്തപ്പനക്ക് പറ്റിയത്? ഖാല ഉമർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് അന ഗറസ്തുഹ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഈ പ്ലാന്റേഷൻ നടന്നപ്പോൾ തങ്ങൾ എല്ലാം കുഴിച്ചിട്ടു, ഞാൻ ഒരു തൈ കുഴിച്ചിട്ടു, അതാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഫനസഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറിച്ചെടുത്തിട്ട് സുമ്മ റസഹ, വീണ്ടും അവിടെ തന്നെ കുഴിച്ചിട്ടു. ഫഹമലത്ത് മിൻ ആമിഹ, ആ വർഷം തന്നെ അത് വലുതായി കുലച്ചു. അങ്ങനെ ആ ഒരു വർഷം കൊണ്ട് എത്രയോ വർഷങ്ങളെടുത്ത് ഈ പ്ലാന്റേഷൻ വലുതായി ഈത്തപ്പഴം നൽകാൻ തുടങ്ങുന്ന ഇതിന് എത്രയോ വർഷങ്ങൾ വേണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് ആ തോട്ടം മുഴുവൻ ഈത്തപ്പഴം നൽകുന്ന ആ തോട്ടമായി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മോചിതനായി. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി വസല്ലമ അജ്മഈൻ.